ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, തക്കാളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. പിന്നെ ചപ്പാത്തി നമ്മൾ ചുട്ടെടുത്തത് ഒരു 4 എടുത്തിട്ടുണ്ട്. ചുട്ടെടുത്ത ചപ്പാത്തിനെ നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് വരെ അങ്ങനെ വേവിക്കാം. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തി നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, തക്കാളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. പിന്നെ ചപ്പാത്തി നമ്മൾ ചുട്ടെടുത്തത് ഒരു 4 എടുത്തിട്ടുണ്ട്. ചുട്ടെടുത്ത ചപ്പാത്തിനെ നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് വരെ അങ്ങനെ വേവിക്കാം. അപ്പോൾ ഇത്രയുള്ള റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ബൈ.